നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണല്ലോ ഈ പുട്ടെന്ന് പറയുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈയിടെയായിട്ട് പുട്ടുപ്രേമം കുറച്ച് കൂടുതലുമാണ്. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൂ പോലത്തെ പുട്ടുണ്ടാക്കിയാലോ, അതും സ്വാമീസിന്റെ പുട്ടുപൊടി വെച്ചിട്ട്. ഒരു കപ്പ് സ്വാമീസ് പുട്ടുപൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും തേങ്ങാ ചിരവിയതും ഒരു കപ്പ് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെച്ചേക്കാം. അതൊന്ന് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു കിടിലൻ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് സ്വാമീസിന്റെ കറിപ്പൊടികളും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൂട്ടിയെടുത്ത് കുക്കറിനകത്ത് 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമുള്ള സവാളയും തക്കാളി അരിഞ്ഞെടുക്കാം. കൂടെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു കൊടുക്കാം. ഇനി അടുപ്പത്ത് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ടു വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്വാമീസിന്റെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ സ്പെഷ്യൽ ചിക്കൻ മസാലയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. സ്വാമീസിന്റെ ഈ മസാലപ്പൊടികളെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഇതിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും തട്ടി കരിയാപ്പില ഇട്ട് കൊടുത്ത് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല കിടിലൻ സ്വാമീസ് ചിക്കൻ കറി റെഡി. ഇനി നേരത്തെ നനച്ച് വെച്ചേക്കുന്ന സ്വാമീസിന്റെ പുട്ടുപൊടി വെച്ച് നല്ല ചൂടോടുകൂടി ആവി പറക്കുന്ന പുട്ടും ഉണ്ടാക്കി ഈ ചിക്കൻ കറി ആയിട്ട് ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഓക്കെ, ബൈ.